ചില വിഷയങ്ങൾ ഞാൻ പറയുമ്പോൾ എന്നെ വർഗീയവാദിയാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. നമുക്കിടയിൽ അങ്ങനെ ഒരു വർഗീയത പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങൾ നമ്മളത് പറയണം. ഇപ്പം ഹിന്ദു ഉണരണം എന്ന് പറയുന്നത് മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ മുസ്ലിങ്ങൾ ഉണരാൻ ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതായി പോകും എന്നുള്ളത് കൊണ്ടാണ്. ഉണരണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കണ്ട, അതാണ് അതിൻ്റെ സത്യം. ഈ ഒരു മെസ്സേജ് എനിക്ക് ഫോർവേഡഡ് ആയിട്ട് വന്നൊരു മെസ്സേജാണ്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഇതിൽ കുറേ അധികം റിക്വയർമെൻ്റാണ് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, സാലറി 200 OMR, ശ്രീലങ്കൻ ഓർ ഇന്ത്യൻ, നോൺ മുസ്ലിം. സ്ഥലം എവിടെയെന്നറിയോ? മസ്കറ്റ് ഒരു മുസ്ലിം രാജ്യമല്ലേ? അവിടെ മുസ്ലിങ്ങളല്ലാത്തവരെ ജോലിക്ക് എടുക്കുന്നു എന്നൊരു പരസ്യം വരെയാണ്. അക്കൗണ്ടൻറ്റ് സെയിം തിങ്, നോൺ മുസ്ലിം. അവിടെ മുസ്ലിങ്ങളെ വേണ്ട, അതും മസ്കറ്റാണ് ലൊക്കേഷൻ. അതേപോലെ തന്നെ വീണ്ടും നോൺ മുസ്ലിം മസ്കറ്റ്, അതും പെണ്ണുങ്ങളായിട്ടുള്ള നോൺ മുസ്ലിംസ് തന്നെ മതി. സെയിൽസ് കോർഡിനേറ്റർ, റിസർവേഷൻസ് കം സെയിൽസ് കോർഡിനേറ്റർ, അതും മസ്കറ്റിലേക്കാണ്, ഫീമെയിലാണ്, ശ്രീലങ്കൻ ഓർ ഇന്ത്യൻ, പക്ഷേ നോൺ മുസ്ലിമാണ് വേണ്ടത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ്, 10 hours ഡ്യൂട്ടി, പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ. ഇതിനെപ്പറ്റി ഒരു സ്പീച്ചും ഉണ്ട്, അതും കൂടെ കേൾക്കാം. നേതാക്കളെ, സംഘടനാപരമായ വിഷയമല്ല ഇപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷെ വളരെ ഗൗരവകരമായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ. ഇന്ന് യാദൃശികമായി ഞാനൊരു ജോബ് വേക്കൻസി പോസ്റ്റ് ഒന്നിൽ കൂടുതൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ദുഃഖമിലും മസ്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി. അവർക്ക് ഒരുപാട് ആളുകളെ ആവശ്യമുണ്ട്. അതിൽ അക്കൗണ്ടന്റ് ജോബുണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, ക്ലീനിങ് സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്, ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള ഒരുപാട് ജോബ് വേക്കൻസികൾ. പക്ഷെ അതിലൊക്കെയും അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, മുസ്ലിം അല്ലാത്ത ജോലിക്കാരെയാണ് ആവശ്യം. ഗൾഫിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന KMCC പോലത്തെ സംഘടനകൾ ഒരിക്കലും ഇവിടെ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ ജാതിയോ മതം നോക്കിയല്ല എത്രയോ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്. ഗൾഫിൽ എന്നും മുൻപന്തിയിലാണ് KMCC. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അത്യാവശ്യ ശാരീരിക ആവശ്യതകൾ നേരിട്ടാൽ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവർ ചേർത്ത് പിടിക്കുന്നത് മിക്കപ്പോഴും KMCC ആണ്. അവിടെ ഒന്നും അവർ മതം നോക്കുന്ന കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് സഹോദര സമുദായത്തിലെ ആൾക്കാർ ഒരുപാട് ജീവിക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ അവർക്ക് താങ്ങും തണലുമായി എന്നും KMCC നിലകൊള്ളുമ്പോൾ തന്നെ ഒരിക്കലും മതത്തിന്റെ പേരിലുള്ള വിവേചനം മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് അത് പരസ്യമായിട്ട് ഒരു ജോബ് എൻക്വയറി ഗ്രൂപ്പിൽ അവർ പോസ്റ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഈ ഇസ്ലാമിക രാജ്യത്ത് വരെ മുസ്ലിം മതവിദ്വേഷം അവർ പ്രകടിപ്പിക്കുന്നതിന് വ്യക്തമായ തെളിവല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിന് താഴെ ഇടാൻ പോകുന്ന ഈ പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിജസ്ഥിതിയും നിങ്ങൾ എല്ലാവരും അന്വേഷിക്കണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ ആ റിക്രൂട്ടിംഗ് ഏജൻസി വിളിച്ചപ്പോൾ ഒരു മലയാളിയാണ് ഫോൺ എടുത്തത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിം സ്റ്റാഫിന് ആവശ്യമില്ല, ഞങ്ങൾക്ക് നോൺ മുസ്ലിമിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു. അതോടൊപ്പം അവൻ ഇങ്ങോട്ട് തട്ടിക്കയറുകയാണ് ചെയ്തത്. അവൻ ചോദിക്കുകയാണ് ഇവിടെ കള്ളു കച്ചവടം ചെയ്യുന്നില്ലേ, ഇതൊരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്ക് നടത്തുന്നില്ല, ഇസ്ലാമിക രാജ്യമാണ്, ഇസ്ലാം അലൗഡാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തട്ടിക്കയറുകയാണ് ചെയ്തത്. അപ്പോ ശരിക്കും അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ എത്രത്തോളം മുസ്ലിം മതവിദ്വേഷം ഉണ്ടെന്ന് ഈ ഇസ്ലാമിക രാജ്യത്ത് നിന്നുകൊണ്ട് അവന്റെ ജീവിതോപാധി കണ്ടെത്തുമ്പോൾ തന്നെ അവൻ എത്രത്തോളം മുസ്ലിം വിരോധം സൂക്ഷിക്കുന്നതിന്റെ ഒരു വ്യക്തമായ തെളിവാണ്. അതുപോലെ തന്നെ അവൻ റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി ഇങ്ങനെ രഹസ്യവും പരസ്യമായിട്ട് എത്രയോ കമ്പനികൾ ഉണ്ടെന്നാണ് ഇത്തരം പോസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പരസ്യമായി ഇതിലൂടെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയ രഹസ്യമായി എത്രത്തോളം കഴിവുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പർച്ചേസ് ഉള്ള മുസ്ലിം സൗരന്മാരും വേണ്ട അവർക്ക് അനുയോജ്യമായ ജോലി കിട്ടാതെ തിരസ്കരിക്കപ്പെടുന്നു എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇത്തരം പോസ്റ്റുകൾ. തീർച്ചയായിട്ടും സംഘടനാ ഭാരവാഹികൾ അന്വേഷിച്ച് അതിൽ നിയമപരമായ സഹായം തേടേണ്ടതാണെങ്കിൽ നിയമപരമായുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടതാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു മതത്തിന്റെ പേരിലും ആളുകളെ നിയമിക്കുന്നത് ഒരു രാജ്യത്ത് അനുവദിച്ചു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ മെട്രോ സിറ്റികളൊക്കെയും ജോലി കണ്ടെത്താൻ പോകുമ്പോൾ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുസ്ലിം ആണെങ്കിൽ താഴെപ്പെടുന്ന ഒരു ശീലം ഇപ്പോൾ പുതുതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മെട്രോ നഗരങ്ങളിലൊക്കെ. അതിലൊക്കെ അല്പം വ്യത്യസ്തമായിരിക്കുന്ന കേരളത്തിലാണ്. കേരളത്തിൽ വരെ അത്തരത്തിലുള്ള ശീലങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഇവിടെ ലുലു അല്ലെങ്കിൽ മക്ക അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ നടക്കുന്നത്. അതിലൊക്കെയും അതിന്റെ തലപ്പത്തും അതിന്റെ സ്റ്റാഫുകളായിട്ടൊക്കെ നോൺ മുസ്ലിം സൗകര്യം ഇഷ്ടംപോലെ അവർ റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ആളുകളെ ഇന്റർവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ജോലിക്ക് സെലക്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഇത്രയും പരസ്യമായിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ആ രാജ്യത്തെ ഭൂമിയിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ലാഭമുണ്ടാക്കി എന്നിട്ട് ആ രാജ്യത്തെയും അല്ലെങ്കിൽ വിദേശത്തെയും മുസ്ലിങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇത്ര സധൈര്യം ഇവര് സോഷ്യൽ മീഡിയകളിലൂടെ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഞാൻ മുൻപ് പറഞ്ഞു, സംഘികളുടെ ആധിക്യം അത്
വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബി കൺട്രികളിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് നിങ്ങൾ കണ്ട ഒന്ന്. അപ്പോൾ ഇത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിന് അവർ ഇന്ത്യ തിരഞ്ഞെടുക്കട്ടെ. ഇവിടെയാണ് ഈ വിവേചനവും ഇവിടെയാണ് ഈ പ്രശ്നമൊക്കെ ഉള്ളത്. മറ്റൊരു രാജ്യത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തടത്ത് അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ അധികാരികളെ ഇൻഫർമേഷൻ നടത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ എലിജിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അവർ യോഗ്യരാണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കണം. ആ യോഗ്യതാ സർട്ടിഫിക്കറ്റ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഇവർ അവിടെ ചേക്കേറിയാൽ ചെയ്യാൻ പോകുന്ന കാര്യം ഇതുപോലുള്ള കാര്യങ്ങളാണ്. നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്ക് പോലും ബാധിക്കപ്പെടുന്നുണ്ട്. ഈ സവർണ മേധാവിത്വം, ഈ രീതിയിലുള്ള കുറേ വാനര സംഘങ്ങൾ, ഇപ്പം ഞാൻ 2-3 പേരെ പറഞ്ഞതൊക്കെ തന്നെ നായർ, ആ കമ്മ്യൂണിറ്റി ബേസിലായിട്ടുള്ള ആൾക്കാരാണ്. ഈ അല്ലാത്തവർക്കൊന്നും ഇത്തരം ഭ്രാന്തില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരെ ചൂസ് ചെയ്ത് അവരെ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുക, ഇവരെ നീക്കി തന്നെ നിർത്തുക, ഈ കമ്പനി കണ്ടെത്തുക, ഈ കമ്പനിയെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കണം. പല പ്രാവശ്യം ഞാൻ റിപ്പീറ്റഡ്ലി ഇൻഫോം നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സംഘികളെ അവിടെ നിർത്തരുത്, അവർ നമുക്ക് ദോഷമേ വരുത്തുകയുള്ളൂ എന്ന്. ഇതിൽ ഇസ്ലാമിനെ കയറ്റിയില്ല എന്നതൊരു ദോഷമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇസ്ലാമിനെ അവർ കയറ്റണമെന്ന് നിർബന്ധമില്ല. ഈ മെജോറിറ്റി ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബി കൺട്രികളിലൊക്കെ തന്നെ ഇസ്ലാമിയർ തന്നെയാണ് കൂടുതൽ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അവർക്ക് അങ്ങനെ ഒരു ഭാഗമില്ല. പക്ഷേ ഈ വിവേചനം അത് ഇവരുടെ ഉള്ളിലുണ്ട്. ഇസ്ലാമിയർക്ക് അതില്ല, തിരിച്ചവർക്കുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് എന്താ മനസ്സിലാകുക? ശരി, ഇവരെ പോലെ തന്നെ ഒരു ചിന്താധാരയിലേക്ക് ഇസ്ലാമിയരും കൂടെ വന്നു കഴിഞ്ഞാൽ വിവേചനം അതിഭീകരമാകും, അത് വല്ലാണ്ട് വിഘടിക്കും, നമ്മൾ വല്ലാണ്ട് മാറിപ്പോകും, വളരെ മോശമായ രീതിയിൽ നമ്മുടെ രാജ്യം എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരക്കാർക്ക് സ്ട്രോങ് പണിഷ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെ ചിന്തിച്ചവരെ അവിടെ നിർത്തരുത്. അവൻ്റെ കമ്പനി ബാൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോവുക തന്നെ വേണം. സംഘിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അടുത്ത മിനിറ്റ് അവനെ വെക്കേറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു തർക്കവും വെക്കേണ്ട. കാരണം നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം ഇങ്ങനെയല്ല. ഇതിൽ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്, അവരുടെ പൂർവ്വപിതാക്കൾ കഷ്ടപ്പെട്ടവർ, ഓർമ്മയുള്ളവർ ഒരു രീതിയിൽ ഇങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം വിവേചനം എന്താണെന്ന് തികച്ചും ബോധ്യമുള്ളവരായിരിക്കും അവർ. അങ്ങനെ അല്ലാത്ത സവർണ കൊണയന്മാർ കുറേയുണ്ട്. അവർക്ക് ഇതുപോലൊരു ചിന്ത, അവരുടെ ഫേസ്ബുക്ക്, അവരുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കുക, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സൂചനയായിട്ടെങ്കിലും നിങ്ങൾക്ക് സംഘി എന്നവനെ ബോധ്യപ്പെട്ടാൽ ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ അവരെ മാറ്റി നിർത്തുക, നീക്കി നിർത്തുക. ഇങ്ങനെ ഒരു സംവിധാനം അവർക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളത് വസ്തുതയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ ഇസ്ലാമിയരോട് ഇത് പറഞ്ഞു മടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാത്തത്. കാരണം നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ഇവന്മാരവിടെ വന്നിട്ട് ഈ വിഘടനവാദം അവിടെയുള്ള ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഇവന്മാർ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകും, സംഘിസം പറയാൻ നിർബന്ധിക്കും, സംഘികളാക്കി കൊണ്ടുപോകും. സംഘിസം പറഞ്ഞ് അവിടെ ജോലി കിട്ടുമെന്നൊരു വസ്തുത വന്നാൽ, ശാഖയിൽ പോകുന്നവന്മാരെല്ലാം അവിടെ കൊണ്ടുപോയാൽ നാളെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നിങ്ങളോട് ആര് പറയുന്നു? എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാകുന്നു? ഇവന്മാരെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. ഒരു കാരണവശാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സന്തതികളാണ് സംഘികൾ. അതിനകത്ത് ഒരു മാറ്റവുമില്ല. ഓർത്തു നോക്കൂ, സംഘികൾ മെയിനായിട്ട് ചെയ്യുന്ന എന്താണ് അവരുടെ പരിപാടി? വിഘടനവാദമല്ലാതെ അവർ വേറെ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾക്കറിയുമോ? സംഘികൾ രാഷ്ട്രീയം പറയാറുണ്ടോ? അവർക്ക് രാഷ്ട്രീയം അറിയില്ല, അവർക്ക് മറ്റൊന്നും അറിയില്ല. ആളുകളെ വെട്ടുക, കൊല്ലുക, തിന്നുക, ബലാത്സംഗം ചെയ്യുക. അവൻ കുറയനാണ്, അവനെ മാറ്റി നിർത്തണം. ഇവൻ കുഴപ്പമാണ്, ഇവനെ മാറ്റി നിർത്തണം. മുസ്ലിങ്ങളെ കൊന്നു കളയണം, അവന്മാരെ ഇവിടുന്ന് രാജ്യത്ത് നിന്ന് ഓടിക്കണം. 2014 തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിലെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഹിന്ദുക്കളെയല്ല സംഘികളെ മാറ്റി നിർത്തണം. ഒരു സംഘിക്ക് മാത്രം കഴിയുന്ന ഒരു വൃത്തികേടാണ് ഈ പന്ന മോൻ ഈ ഒരു വിഷയത്തിൽ കൂടെ പബ്ലിസിറ്റി ചെയ്തിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സംഘി ആയതുകൊണ്ടാണ് അതിനകത്ത് എന്താ പ്രശ്നമെന്ന് പോലും അവർക്ക് മനസ്സിലാകാത്തത്. ഇതേ സാധനം തിരിച്ച് മറ്റു വിഭാഗക്കാർ ചെയ്യാൻ തുടങ്ങിയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ജോയി ആലുക്കാസ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ക്രിസ്ത്യാനികളാണോ? എല്ലാം ക്രിസ്ത്യാനികളാണ്? അല്ല, മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്. അവരങ്ങനെ ചിന്തിക്കുന്നില്ല. ആളുകളുടെ എലിജിബിലിറ്റിയാണ് അവിടെ നോട്ട് ചെയ്യുന്നത്. അതേസമയം എലിജിബിലിറ്റിയേക്കാൾ ഉപരി അവർ നോക്കുന്ന മതമാണെങ്കിൽ ആ സ്ഥാപനമേ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ നമുക്കത് സാധിക്കുന്നില്ല എങ്കിൽ അവിടെ സാധിക്കുമല്ലോ. അവിടെയുള്ള അറബികളോട് കാര്യം പറയുക, അധികാരികളെ ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്യ ഇത് കൂടി വന്ന് ഇത് വല്ലാത്തൊരു ഭീകര പ്രശ്നത്തിലേക്ക് എത്തുമെന്നുള്ള തർക്കമേ വേണ്ട. ഇത് ഹിന്ദു ഉണരണം എന്ന് പറയുന്നത് പോലെ ഞാനിപ്പോൾ മുസ്ലിം ഉണരൂ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഉണരാൻ വൈകിയാൽ നിങ്ങൾ മൊത്തത്തിൽ ഉണരേണ്ട ആവശ്യം വരത്തില്ല. പിന്നീട് ചത്താണൊക്കെ കിടക്കുന്നതിനേക്കാൾ നല്ലത് ചത്തു പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. ഇനിയെങ്കിലും ഉണർന്നുകൊണ്ട് ബോധത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കൂ. ഇത്തരത്തിൽ പറയുന്നവന്മാരെ നീക്കി നിർത്തുക, വിഘടനവാദം പറയുന്നവരെ നീക്കി നിർത്തുക. അത് ഏത് സംഖ്യയായാലും ഏത് രാഷ്ട്രീയമായിരുന്നാലും മത അടിസ്ഥാനത്തിൽ വർത്തമാനം പറയുന്നവരെ നീക്കി നിർത്താൻ നമ്മൾ മുൻകൈ എടുത്തേ മതിയാവുള്ളൂ.
മതം മനുഷ്യന് പിടിച്ച ക്യാൻസറാണ്. അത് ആവശ്യമുള്ളവർ വെച്ചോട്ടെ. മറ്റുള്ളവൻ്റെ തലയിലേക്ക് അടിച്ചു കയറാനും അവനെ ബലാത്സംഗം ചെയ്യാനും കൊല്ലാനും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മതം അപകടകാരിയാണ് എന്നുള്ളതാണ് വസ്തുത. പലരും പറയുന്നത് മറ്റു മതങ്ങൾ ദോഷം പറയണം. എന്താണ് ദോഷം? എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നു? എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന കണക്ക് ഇതിനകത്ത് ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉത്തരം ഉണ്ടാവത്തില്ല. അവർക്ക് എന്ത് തോന്നിവാസവും പറയാം, അവർക്ക് ആര് വേണമെങ്കിലും ഉപദ്രവിക്കാം, അവർക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ പണിഷ്മെന്റ് കൊടുക്കുക, ഒരാളും ചോദിക്കാൻ പോകത്തില്ല. സ്വന്തം രാജ്യത്ത് കാണിക്കുന്ന തെണ്ടിത്തരം പോരാതെ മറ്റൊരു രാജ്യത്ത് പോയി ഈ തെണ്ടിത്തരം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ സംഘികളെ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവൻ ആ രാജ്യത്ത് നിൽക്കുകയാണ്, അതൊരു ഇസ്ലാമിക രാജ്യമല്ലേ, ഇവൻ അത്ര വിഷമിച്ച് വേദനിച്ച് അവിടെ നിൽക്കേണ്ട കാര്യം എന്തോ? അതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും തീരുമാനമെടുക്കേണ്ടത് മുസ്ലിംസ് തന്നെയാണ്. അതേ സ്ഥാപനം അതേപോലെ തന്നെ മറ്റൊരാൾ ഏഴ്ത്തി നടത്തുകയും ഹിന്ദുക്കളെ തന്നെ അവിടെ ചേർക്കണം. നല്ലവരായ ഹിന്ദുക്കളെ ഒരു കാരണവശാലും സംഘികളെ എടുക്കരുത്. സംഘീസം പറയുന്നവനെ ഏഴായാലും തടിപ്പിക്കരുത്. നിഷേധാത്മകമായ, അതായത് നമ്മൾ നിസ്സഹകരണമാണ് പ്രഖ്യാപിക്കേണ്ടത്. ഇവരുമായി യാതൊരു രീതിയിലും സഹകരിക്കില്ല എന്നങ്ങോട്ട് പ്രസ്താവിച്ചു നോക്കിയാണ്. പിന്നെ ഈ കുത്തിത്തിരിപ്പും കൊണ്ട് നടക്കത്തില്ല. ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ ഞാൻ അൽഫ ഡാറ്റ എന്ന് പറഞ്ഞ ആ കമ്പനിയിലാണ് ലവൻ വർക്ക് ചെയ്യുന്നത്, രവിയുടെ അനന്തരവൻ. ഞാൻ പറഞ്ഞു, രവി അണ്ണനും ഈ നാസ്തിക വർത്തമാനം പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ സംഘീസമാണ്. ഇവന്മാരുടെയൊക്കെ ഉള്ളിലുള്ള സംഘീസമാണ് നിങ്ങൾക്ക് വെളിയിലായി വരുന്നത്. അത് പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അവനെ ആ നാട്ടിൽ നിർത്തുന്നത് അല്ലെങ്കിൽ അവന് ആ തൊഴിൽ കൊടുക്കുന്നത് അവനെ പോലുള്ള സംഘികൾക്ക് മാത്രമേ അവൻ HR ഇരുന്നു കൊണ്ട് അത് ചെയ്യുകയുള്ളൂ. HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാരണവശാലും ഇവരുടെ കയ്യിലേക്ക് കൊടുക്കാനേ പാടില്ല. കാരണം അവർ ഹയർ ചെയ്യുന്നവരൊക്കെ തന്നെ അവരുടെ ആൾക്കാരാകുമ്പോൾ പ്രശ്നമാണ്. മുസ്ലിങ്ങളെയോ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ എടുക്കുന്നതല്ല ഞാൻ പറയുന്നത്. ഹിന്ദുക്കൾ എന്ന് പറയുന്ന നല്ലവരായ മനുഷ്യരെയല്ല ഞാൻ പറയുന്നത്, ജന്തുക്കളായ സംഘികളെയാണ് പറഞ്ഞത്. സംഘികൾ ജന്തുക്കളാണ്, അവരെ ഏഴായാലും തടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇതിൻ്റെ നമ്പർ ഡീറ്റെയിൽ എനിക്ക് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ ഒക്കത്തില്ല. അത് വേണ്ടവർ എന്നെ ഇൻബോക്സിൽ വിളിച്ചാൽ ഞാൻ തരാം. അതായത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ആ നമ്പർ ഞാൻ തരാം. കൃത്യമായ ആക്ഷൻ എടുക്കുക. ചെയ്യുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് അതിൻ്റെ ഉത്തരം. ചത്ത പോലെ കിടക്കുന്നതിൽ നല്ലതും ചത്തു പോകുന്നതാണ്. അതാണ് ഇതിൻ്റെ മറുപടി. എന്ന് നമ്മുടെ തലയിലേക്ക് മേലെ ഈ വാള് വന്ന് വീഴുമോ അന്ന് മാത്രം തിരിച്ചറിവ് വന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകാനേ പറ്റുള്ളൂ. ഗുജറാത്ത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, അത് മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ.